ഹായ് ആമി, കുറച്ചായില്ലേ നമ്മൾ കണ്ടിട്ട്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇത്ര ദിവസം നമ്മൾ സ്റ്റോറി ഇടാത്തതിന് കാരണം എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിരുന്നു. എൻ്റെ കസിൻ്റെ പാറ്റേൺ സംഭവിച്ചതാണ്. ഒരു ദിവസം കൊണ്ട് എനിക്ക് ശരിയാക്കി തരണമെന്ന് ഞാൻ അവർക്ക് പറഞ്ഞിരുന്നു. ബട്ട് 4 ദിവസം എടുത്തു. ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് 4ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു എന്തായിരിക്കും എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നൈറ്റ് അവൾ ഒരു 8-8:30 ആയപ്പോൾ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടി. പിന്നെ അറിയുന്ന ഒരാളായതുകൊണ്ട് ഫോൺ വീട്ടിൽ കൊണ്ട് തന്നു. പാവണ്ട അവൾ എങ്ങനെയൊക്കെയോ ഫോൺ മേടിച്ച് തന്നു എനിക്ക്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഫോണിൽ റെസ്റ്റ് കൊടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് വയ്യാണ്ടായി. എല്ലാം ഓക്കെ ആയിട്ടാണ് ഞാൻ പിന്നെ സ്റ്റോറി ചെയ്യാൻ തുടങ്ങിയത്. അപ്പം കുറേ പേര് സ്റ്റോറി കാണുന്നുണ്ട്, ബട്ട് എന്നും പറയുന്ന പോലെ നോ ലൈക്ക് നോ കമൻറ്റ്. ഇത് രണ്ടും എനിക്ക് കുറവാണ്. കാണുന്നവർ മാക്സിമം ലൈക്ക് അടിക്കാൻ നോക്കുക. കമൻറ്റ് ഇട്ടില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ ലൈക്ക് അടിക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എല്ലാവരും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് സ്റ്റോറി എത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇത് ചെയ്യുന്ന ആൾക്കാർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് ചെയ്യുന്ന ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും കാണുന്നവർ ഒരുപാടുണ്ട്. പറ്റുവാണെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ ഇതുവരെ കമൻറ്റ് ഇട്ടവർ ഇനി കമൻറ്റ് ഇടരുതെന്നല്ല കേട്ടോ. നിങ്ങൾ കമൻറ്റ് ഇടണം, അതിനെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴും എപ്പോഴും ഒക്കെ നിങ്ങൾ കൂടെ വേണം. കമൻറ്റ് ഇടുന്നവർ ആകെ കുറച്ച് പേരുള്ളൂ. എല്ലാവരും എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എൻ്റെ സ്റ്റോറിക്ക് കമൻറ്റ് ഇടുന്നവർ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കമൻറ്റ് കാണുമ്പോൾ. അപ്പോൾ ആകെ കുറച്ച് പേരല്ലേ ഉള്ളൂ. എല്ലാവരും കമൻറ്റ് ഇടുന്ന എല്ലാവരും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. ബാ. കെട്ടുന്ന കാര്യമൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇപ്പൊ രണ്ടു ചെന്ന് കിടന്നു. നോ ഡാഡി, എല്ലായിടത്തും ഞാൻ പറയാം എന്നെ കെട്ടിക്കാന്ന് നിങ്ങൾ ആരും വിചാരിക്കണം. ദേ, ഞാൻ ഇയാളെ എന്റെ ഹസ്ബൻഡായിട്ടൊന്നും കണ്ടിട്ടില്ല. നിങ്ങളെന്നല്ല, ഞാൻ ആരും അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ എന്നെ കെട്ടിച്ചിട്ട് നിങ്ങൾ ആരോട് ഫുഡ് കഴിക്കണ്ട. എന്റെ പേര് ഓ ആയിക്കോട്ടെ, അധികം നേരം നിൽക്കണ്ട. രണ്ടും ചെന്ന് കിടന്നോ, ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. ഡാഡി പറഞ്ഞു കേട്ടില്ലേ ഗൗരി, ഈ വിവാഹം നടത്തണോ വേണ്ടിയോന്ന്. എന്തായാലും ഈ കാര്യത്തില് നിന്റെ ഡാഡിക്കും എനിക്കും ഒട്ടും ഇഷ്ടക്കേരില്ലെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്, ബൈ. ശങ്കർ മുറിയിലേക്ക് പ്രവേശിച്ചു. ശങ്കറിനെ പ്രതീക്ഷിച്ച് അങ്കിത അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടെന്ന ഭാവം പോലും ശങ്കർ കാണിച്ചില്ല. ഇതെന്താ, ശങ്കരേട്ടൻ എന്നെ കണ്ടില്ലേ? ഒരു മൈൻഡും ഇല്ലല്ലോ. അതെ, ഇത്ര നേരം എവിടെയായിരുന്നു നിങ്ങൾ? അതിനൊരു മറുപടി പോലും പറയാതെ ശങ്കർ ബെഡിൽ ചെന്ന് കിടക്കുന്നു. ഇത് കണ്ടു നിന്ന അങ്കിത പതിയെ ശങ്കറിന്റെ അടുത്തേക്ക് നടന്നു. ശങ്കരേട്ടാ, ശങ്കരേട്ടാ, എന്താടി? നിങ്ങൾ എന്താ എന്റെ അടുത്ത് മിണ്ടാത്ത? ആഹാ, ഞാനാണോ? നീ അല്ലേടി ഇത്ര നേരം എന്റെ അടുത്ത് മിണ്ടാണ്ടിരുന്നത്? ആഹാ, എന്ന് കരുതി? എന്തെന്ന് കരുതി? അല്ലേ, നിനക്ക് എന്തും ആവാ, എനിക്കൊന്നും ആവാൻ പാടില്ല. പാടില്ല. നിനക്കൊരു മാറ്റം ഇല്ല അല്ലേ? കഷ്ടം. നന്നായി, ഇത്രയും കാലം എന്നെ ഇങ്ങനെയല്ല സഹിച്ചേ. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ സഹിച്ചാൽ മതി. ഓഹോ, അങ്ങനെയെങ്കിൽ നമ്മുടേത് മാത്രമായ കുറച്ച് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്താലോ? എന്തുവാ പൊക്കോണം? നിങ്ങളുടെ കൊച്ചിനെ കെട്ടിക്കാനായി, എന്നിട്ട് നിർത്താനായില്ലേ? എന്റെ പൊന്നങ്കി, നീ ആ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണ്ട. എന്റെ പൊന്നു മോള് കിട്ടുന്നില്ല. അവക്ക് ഫ്രീ ബേർഡ് ആയിട്ട് നടക്കാനാ ഇഷ്ടം. എന്താ? ആര് പറഞ്ഞു? അവൾ അങ്ങനെ പറഞ്ഞു? ദേ, ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും? അതൊക്കെ കുറെ കഴിയുമ്പോ മാറിക്കോളും. ആ, അതൊക്കെ അവള് മാറ്റിക്കോളും. നീ ഇങ്ങ് വന്നേ, നമുക്ക് നമ്മുടെ മൂടൊന്ന് മാറ്റാം. എന്തുവാ ശങ്കരേട്ടാ, നിങ്ങക്ക് പ്രായം എത്രയെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് 90 വയസ്സൊന്നും ആയില്ല. 30-35 വയസ്സേ ആയിട്ടുള്ളൂ. എന്ന് കരുതി ഇപ്പോഴും അങ്ങനെ ആവാന്നാണോ? ആ, അതിനിപ്പോ എന്താ പ്രശ്നം? എന്റെ അങ്കിതേ, എനിക്ക് നിന്നെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കണം. അതിപ്പോ വയസ്സായാ കൂടി, കേട്ടോ? ഡാ, ഒരാൾ കുറെ നേരമായിട്ട് വെയിറ്റിംഗാ. വിളിക്കട്ടെ ഞാൻ? വരാൻ പറ. ഹായ്, ഗുഡ് ഈവനിങ് മിസ്റ്റർ ഗോതനാഥ്. യാ, ഗുഡ് ഈവനിങ്. സിറ്റ്. ഹു ആർ യു? മുമ്പേ കണ്ടിട്ടില്ല, അതുകൊണ്ടാ ചോദിച്ചത്. യാ, കറക്റ്റ്. ഇനി നമുക്ക് ഡെയിലി കാണാം മിസ്റ്റർ ഗൗതമൻ ചിതിൻ. നമ്മളെ തമ്മിൽ പരിചയപ്പെട്ടില്ലല്ലോ. I'm Kiran. What? What? ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാന്ന്?
Okay. Now we can see each other and everything. Okay. Bye. ഡാ അയാൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, ഡെയിലി കാണാന്ന്. എടാ നീ എന്തൊന്നും മിണ്ടാത്തേ? എടാ ഞാൻ എന്ത് മിണ്ടാനാ? ദേ ഒരുമാതിരി ഓഞ്ഞ പരിപാടി കാണിക്കല്ലേ. നീ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടാ ഞാനിത് ഏറ്റെടുത്ത്. ഐ നോ, ബട്ട് എടാ ഇത് അമ്മ അറിഞ്ഞ് എന്താവും? എനിക്ക് തോന്നുന്നുണ്ടോ അമ്മ ഇതിന് സപ്പോർട്ട് നിൽക്കുന്നത്? അമ്മ അറിയാണ്ട് നോക്കിയാൽ പോരെ നമുക്ക്. നിനക്ക് തോന്നുന്നുണ്ടോ അമ്മ അതറിയില്ലാന്ന്? നിൻ്റെ ഉമ്മയല്ല എൻ്റെ അമ്മ. ആ എന്തൊക്കെയാണെങ്കിലും നിന്റെ ഭാവി കെട്ടിയൊക്കെ വേണ്ടിയിട്ടാ, അത് നീ മറക്കണ്ട. ആ അപ്പോ ഇനി എന്തായിരിക്കും അവന്റെ ഉദ്ദേശം? ഐ ഡോണ്ട് നോ ഡാഡി. ഇത് അങ്കിത അറിഞ്ഞ ഗൗരിയെ കോളേജിലേക്ക് പോലും വിടത്തില്ല. അല്ല അപ്പം അയാൾ ഡാഡിയെ കാണാൻ വന്നില്ല? നോ ഗൗതം, ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചത്. ബട്ട് അവൻ നിന്നെ കാണാനാ വന്നത്. നമുക്ക് നോക്കാം. അങ്കിളെ ഇത് അമ്മ അറിയണ്ട. ആ ഓക്കെ ഗൗതം, മോൻ ചെന്ന് കിടന്നു. ടൈം ഒരുപാടായില്ലേ? ആ ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. നിങ്ങളുടെ രണ്ടാളുടെയും വഴക്കൊക്കെ കഴിഞ്ഞു? ആദ്യമായിട്ടാ പാറോസിന്റെ മുന്നിൽ ഞങ്ങളിങ്ങനെ വഴക്കിടുന്നത്. എന്തിനു വേണ്ടി? എന്താ പ്രശ്നം? അത് ഇവടുത്ത് കൊളാക്കും. അങ്കിത എന്താ? അത് പിന്നെ ഇവിടെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലേ? ഞാൻ കുറെ നേരമായി ടേബിളിൽ വന്നിരിക്കുന്നു. വല്ലതുണ്ടെങ്കിൽ എടുക്ക്. ഇതായിരുന്നോ? ശങ്കരേട്ടാ, ഞാൻ പേടിച്ചു പോയി. ചെന്നിരിക്കെ, ഞാൻ ഫുഡ് എടുക്കാം. ശങ്കരവാ, ഞാൻ എടുത്തു തരാം. അതെ, എന്റെ ചെവിക്ക് പ്രശ്നമൊന്നുമില്ല. പതുക്കെ വിളിച്ചാലും എനിക്ക് കേൾക്കാം. കാറിന്റെ സൗണ്ട് അല്ലേ ഇത്? ആരാ വന്നത്? ആ നീ ചെന്ന് നോക്ക്. ഹാ, അച്ഛനും അമ്മയോ? ആഹാ, ആരാ പി വന്നിരിക്കണേ? ഇരിക്ക് രണ്ടാളും. അല്ല, എന്താ പറയാണ്ട് വന്നേ? ആരുടെ കൂടെയാ വന്നേ? ആ എന്തായാലും ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ വന്നേ. മഹിയുണ്ട് കൂടെ. ഓ, എന്നിട്ട് എവിടെ കൊച്ചുമോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ആന്റി. ആഹാ, ഇങ്ങ ഇവിടെ ഇരിക്ക്. അല്ല, അമ്മ എന്താ പറയാണ്ട് വന്നേ? അത് പിന്നെ ഇന്നൊരു വിശേഷ ദിവസല്ലേ, അതാ ഇന്ന് പോന്നെ. ആഹാ, അമ്മയ്ക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? ശങ്കർ മോൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പം അവൻ പറയാറുണ്ട് അതങ്ങ് പോന്നെ. അവര് 3 പേരും വരാറായോ? അവര് ഗൗതമല്ലേ കൊണ്ടുവരുന്നേ. അവര് 3 പേരും ഒരുമിച്ചേ വരൂ. ഓ ആണോ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ ഗൗരി ശങ്കർ. ഹാപ്പി ബർത്ത്ഡേ ഗൗരി. ഹാപ്പി ബർത്ത്ഡേ മോളെ. ഹാപ്പി ബർത്ത്ഡേ ഗൗരി. താങ്ക് യു. ഞാൻ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യട്ടെ. அப்படி சொல்லக்கூடாதடி, அது விடு. அங்க என்ன பேச்சு? அது வந்து உன்னதாடி. இங்க எல்லாருமே உன்னை ரொம்ப மிஸ் பண்ணிட்டு கௌரி. ஆமாடி பைத்தியம், எனக்கும் அப்படிதான். நானும் ரொம்ப மிஸ் பண்ணிட்டேன். ഏ ശിവാങ്കി, ശ്യാം എങ്കെ? ഫോൺ കൊടുടി. ശ്യാമ മോളെ, എന്തൊക്കെയുണ്ട്? സുഖാണോ? ഓടി, ഇത്ര ദിവസമായിട്ടും ഇങ്ങോട്ടൊന്നും വിളിക്കാന്ന് എനിക്ക് തോന്നിയില്ലല്ലോ. ഇതിപ്പോ ഞങ്ങൾ അങ്ങോട്ടല്ലേ വിളിച്ചേ? അയ്യോടി, സോറി ഡി. അവിടെ എങ്ങനെ? സുഖാണോ എല്ലാവർക്കും? ആടാ, ഇവിടെ എല്ലാവർക്കും സുഖം. നിനക്ക് സുഖം തന്നെയല്ലേ? ഓടാ, വാർഡനകത്തേക്ക് വിളിക്കുന്നുണ്ട്. റൂമിൽ കയറിയാൽ പിന്നെ നെറ്റ് കിട്ടത്തില്ല. ഞാൻ പിന്നൊരു ദിവസം വിളിക്കാവേ. ബൈ ഡി. ആടാ, ബൈ, ഗുഡ് നൈറ്റ്. ഡി, നീ എന്താടി തമിഴാളിയാണോ? ആ, തമിഴാളിയോ? അതെന്തിയാളി?
ആ അതൊക്കെ റിയാൽ. അല്ല, നിനക്ക് എങ്ങനെ തമിഴ് അറിയാം? ലണ്ടനിലെ ഫ്രണ്ട്സിലേ ഒരാള് തമിഴെത്തിയ അങ്ങനെ പഠിച്ചതാ. എങ്ങനെയുണ്ട് എന്റെ തമിഴ്? 5 പൈസക്കില്ല. എന്താ 5 പൈസക്കില്ലെങ്കിൽ എന്താ 10 പൈസക്കില്ലല്ലോ, എനിക്കത് മതി. പിറ്റേ ദിവസം ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഗൗതം ഒഴിച്ച് ബാക്കി എല്ലാവരും തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മഹി, നീ എവിടെ നിൽക്കുവാണോ? മോനിന്ന് പോകുന്നുണ്ടോ? ഏയ് ഇല്ല ആന്റി, കുറച്ചു ദിവസം ഇവിടെ തന്നെ നിക്കാന്നാ കരുതുന്നേ. 5 മിനിറ്റ്സ് ആന്റി, ഇപ്പൊ വരാം. മഹി അവന് വന്ന കോൾ അറ്റൻഡ് ചെയ്യുന്നു. അവനെ വിളിച്ച ആ കോളറുമായി അവൻ ദീർഘനേരം സംസാരിച്ചു. മഹിയല്ലേ ആ നിക്കണ? ഇവനിതുവരെ പോയില്ലേ? ഡാ, ഗൗതം, നീ ഇതുവരെ പോയില്ലേ? ഇല്ല, ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിക്കാന്നാ വിചാരിക്കുന്നത്. ഗൗതം എന്താ ഇപ്പോ ഇങ്ങോട്ട് വന്നേ? ആ, എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. എന്നും പറഞ്ഞ് ഗൗതം അവിടെ നിന്നും പോകുന്നു. എനിക്ക് എന്തോ ഒരു വയ്യായിക പോലെ തോന്നണുണ്ട്. ആണമ്മേ, വയ്യായി ഉണ്ടെങ്കിൽ പറയണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് വരാം. അതെ, അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞതാ മോളെ, കേക്കണ്ട്, പിള്ളേരെ പോലെ വാശി കാണിക്കുക. ആള് ഇത്ര മോശമല്ല. നാളെ അമ്മയും കൊണ്ട് പോകുമ്പം അച്ഛനും കൂടെ വന്നേക്ക്. ഗൗതം, നീ ഒന്ന് കൊണ്ട് കാണിക്കേട്ടോ. ആ അമ്മ, ഞാൻ നാളെ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തോളാം. എന്നിട്ട് രണ്ടുപേരെയും കൊണ്ടുപോയിക്കോളാം. പിന്നെ മോനെ, ക്ഷേത്രത്തിലൊന്ന് പോവണം. ആ അതെ, ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ആർക്കും എന്ത് പറ്റുന്ന പോലെ കാണുക. ആ, എന്നൊരു കാര്യം ചെയ്യും മോനു, നീ നാളെ ക്ഷേത്രത്തിലേക്ക് പൊക്കോ. ചിതിനെയും കൂടെ വിളിച്ചേക്കുക. അതെ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പൊക്കോളാം. ആ ഓക്കെ അങ്കിളെ, എന്നാൽ ഞാൻ ക്ഷേത്രത്തിലേക്ക് പൊക്കോളാം. ക്ഷേത്രത്തിലേക്കോ? ക്ഷേത്രത്തിലേക്ക് ആരാ പോകുന്ന? ഞാനും കൂടെ പൊക്കോട്ടെ മമ്മ. ഏയ് വേണ്ട വേണ്ട, നീ കൊറേ ആയി ക്ലാസ് കട്ട് ചെയ്യുന്നു. ഇനി ക്ലാസ് കട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഹാ, ഞാൻ പോവും. ഇവിടെ വന്നിട്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. ശരി, എന്ത് നോക്കി നിൽക്കുന്ന? എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ പോക്കോട്ടെ പ്ലീസ്. ആ കിണം കണ്ടാടി, അവള് പൊക്കോട്ടെ അങ്കിത. ഇവിടെ വന്നിട്ട് എങ്ങോട്ടും അവള് പോയിട്ടില്ലല്ലോ, അവന്റെ കൂടെയല്ലേ, പോയിട്ട് വരട്ടെ. ഹാ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഡാഡി. ഇതാണ് എന്റെ ഡാഡി. അപ്പൊ ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. നിക്കടി, ഞാനുണ്ട്. അപ്പൊ ചേട്ടാ, അവള് മാത്രല്ല ഞാനും കൂടെ വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. അടുത്ത ദിവസം രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്കുള്ള ഒരുക്കത്തിലായിരുന്നു മൂവരും. ഗൗതം റെഡിയായി 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടും ഗൗരിയും വൈകി റെഡിയായി വന്നില്ല. അമ്മ, ഞാൻ പോവാ. ഇത് ഇത്ര നേരായി, എന്നെ കൊണ്ടൊന്നും വയ്യ. നിക്കടാ, ഞാനൊന്ന് നോക്കിട്ട് വരാം. ഇറങ്ങിയില്ലേ നിങ്ങള്? എന്താ ഇവിടെ ഒരു ബഹളം? അവര് രണ്ടും റെഡി ആയിട്ടുണ്ടാവില്ല അല്ലെ? അവർ റെഡി ആയിട്ട് നിങ്ങളിന്ന് ക്ഷേത്രത്തിലെത്തില്ല. അമ്മയച്ഛൻ കാറിൽ കയറിയിട്ട് കുറച്ചു നേരമായി. ഞങ്ങൾ എന്ന് ഇറങ്ങട്ടെ? ഗൗതം, സൂക്ഷിച്ചു പോകണം. കിരൺ വന്നിട്ട് ഞങ്ങളെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അവൻ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ബി കെയർഫുൾ. മോനു, അവരിപ്പോ വരും ട്ടോ. ആഹാ, നിങ്ങൾ പോയില്ലേ? മമ്മാസ് റെഡി, ഞാൻ റെഡി. ശരി, ഹോസ്പിറ്റലിൽ കാര്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയില്ല. ഗൗതം, ഡോണ്ടു നോക്കല്ലേടാ. എന്റെ കൺട്രോൾ പരമ്പര ദൈവങ്ങളെ, നീ തന്നെ തുണ. ഞാൻ റെഡി.
പോവാമേട്ടാ. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കൊച്ചുകളെ ഈ വേഷത്തിൽ കാണുന്നത്. എനിവേ, രണ്ടുപേരും നല്ല ചുന്ദരികളായിട്ടുണ്ട്. താങ്ക് യു ഡാഡി. ഹാ, ഞാൻ അതോട് ചോദിക്കാനിരിക്കാന്നല്ലേ ഡാഡി. അതെ, ഇവിടെ വാ നോക്കി നിന്ന ക്ഷേത്രത്തിൽ പോവേണ്ടി വരത്തില്ല, നട അടയ്ക്കും. ഹാ ഛേ, അമ്മ കണ്ടു എന്നാ തോന്നണേ. ശ്ശെ. നമുക്ക് ഇറങ്ങിയാലോ? ആ മോനു, ഞങ്ങൾ ഇറങ്ങുക. വാ ശങ്കരേട്ടാ. അപ്പോഴാണ് ഗൗരി അവനെ ശ്രദ്ധിച്ചത്. ആവേശത്തിൽ ഗൗരിയും ആദ്യമായിട്ടാണ് അവനെ കാണുന്നത്. പോകുന്ന വഴിക്ക് ചിതിനും അവരുടെ കൂടെ കൂടി. വണ്ടി നേരെ ക്ഷേത്രത്തിലോട്ട് തിരിച്ചു. നിനി സാ 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 സരി നി സാ 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 നി സരി രെ മാമ പാപ നി ദ ബ മ പ നി സരി നി സരി നീത പരിദ പമഗരി മഗ സ നി സാ മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ കനിവായി പൊഴിഞ്ഞു താമണി പേലിയൊന്നു നീയരികേ കീഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കൂടണയൂ എൻ മാറിൽ ചേർന്നു മയങ്ങാൻ ഏഴുവർണ്ണവും നീ അണിയൂ